ഇന്ന് 8ാമത്തെ ശ്ലോകമാണ്. ദേവേന്ദ്രം മുഹുരിതി വാജിനം ഹരന്തം വന്നൗ തം മുനിവര മണ്ഡലേ ജുഹൂഷൗ രുന്ധാനേ കമലഭവേ ക്രതോ സമാപ്തൗ സാക്ഷാത്വം മധുരിപുമൈക്ഷത സ്വയം സ്വം. ഇങ്ങനെ കൂടെ ആകാശത്തെ അപഹരിക്കുന്നവനായ ഇന്ദ്രനെ മുനിമണ്ഡലം അഗ്നിയിൽ ഹോമിക്കാൻ തീരുമാനിച്ചപ്പോൾ ബ്രഹ്മാവ് അവരെ തടഞ്ഞു. യാഗത്തിൻ്റെ സമാപ്തിയിൽ നിന്ദ്രവഴി തന്നെത്താനെ തൻ്റെ സ്വന്തം രൂപമായ മധുരിപുവിനെ സാക്ഷാത്തായി കണ്ടു. അതായത് ഒരു പ്രാവശ്യം പരാജയപ്പെട്ടുവെങ്കിലും ഇന്ദ്രൻ വെറുതെ ഇരുന്നില്ല. പല വേഷത്തിൽ പല തവണ ഈ ആകാശത്തെ അപഹരിച്ചു. അപ്പം ഇത് കണ്ട് കോപിച്ച പൃഥു, തീർച്ചയായിട്ടും കോപം ഉണ്ടാവുമല്ലോ, ഇന്ദ്രനെ വധിക്കാനായി വില്ല് കയ്യിലെടുത്തു. യാഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് രാജാവ് എന്തായാലും വില്ലെടുക്കുന്നത് ശരിയല്ല എന്ന് രാജാവ് വധിക്കാനും പാടില്ല, അത് ശരിയല്ലല്ലോ. അപ്പോൾ മഹർഷിമാർ അദ്ദേഹത്തെ തടഞ്ഞു. യാഗവിഘ്നം വരുത്തുന്ന ഇന്ദ്രനെ യാഗാഗ്നിയിൽ ഹോമിക്കാൻ മഹർഷിമാർ ഒരുങ്ങി. എന്നാൽ പിന്നെ രാജാവ് വേണ്ട, ഞങ്ങൾ തന്നെ യാഗാഗ്നിയിൽ ഹോമിക്കാം എന്ന് തുടങ്ങുകയാണ്. അതിനായി തുടങ്ങി. പക്ഷേ അതും ചെയ്യാൻ പാടില്ല. അപ്പോൾ ബ്രഹ്മാവ് ഓടി അവിടെ എത്തി അവരെ അതിൽ നിന്നും വിലക്കി. ഇവിടെ സത്യം പറഞ്ഞാൽ പൃഥു ചക്രവർത്തി ഈ ഭഗവാൻ തന്നെയാണ്, അംശമാണ്. ഈ യാഗം കൊണ്ട് അദ്ദേഹത്തിനൊന്നും നേടാനില്ല. ജനങ്ങളുടെ ഒരു നന്മയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ചെയ്തത്. 99 യാഗം നടത്തിയത് മതി. ബ്രഹ്മദേവൻ്റെ ഉപദേശം മാനിച്ച് ചക്രവർത്തി മതി എന്ന് തീരുമാനിച്ചു. യാഗം സമാപിപ്പിച്ചു. യാഗസമാപ്തിയിൽ മധുവൈരിയായ മഹാവിഷ്ണു പൃഥു ചക്രവർത്തിയുടെ മുന്നിൽ പ്രത്യക്ഷനായി. സ്വയം അതായത് പൃഥു ചക്രവർത്തി തന്നെ ഭഗവാന്റെ അംശമാണ്. ആ ഭഗവാൻ തന്നെ ആയിട്ടുള്ള പൃഥു ഭഗവാനെ തന്നെ നേരിട്ട് കണ്ടു. എന്തൊരു മഹത്തായ ഒരു കാര്യമാണ് അവിടെ നടന്നത് അല്ലേ. ദേവേന്ദ്രം മുഹുരിതി വാജിനം ഹരന്തം വന്നൗ തം മുനി വരമണ്ഡലേ ജുഹൂഷൗ രുന്ധാനേ കമലഭവേ ക്രതോ സമാപ്തൗ സാക്ഷാത്വം മധുരിപുമൈക്ഷത സ്വയം സ്വം.